നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജനവിധി നാളെ അറിയാം. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം നാളെ. കേന്ദ്ര സർക്കാരിനും BJPക്കും അഭിമാന പോരാട്ടമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കോൺഗ്രസ്. ഫലപ്രഖ്യാപനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂട്ടിയും കിഴിച്ചും രാഷ്ട്രീയ പാർട്ടികൾ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വരെ ഗതി നിർണ്ണയിക്കുന്ന ഉത്തർപ്രദേശിൽ നടന്നത് വികസനവും വർഗീയതയും ഉച്ചത്തിൽ മുഴങ്ങിയ പ്രചരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് BJP. നോട്ട് അസാധുവാക്കലും വർഗീയതയും കോൺഗ്രസും SPയും ആയുധമാക്കിയപ്പോൾ മോദിയെ മുന്നിൽ നിർത്തി BJP. കോൺഗ്രസുമായി കൂട്ടുകൂടി ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ സമാജ്വാദി പാർട്ടി. വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിലെ നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശവും യാദവ മുസ്ലിം വോട്ട് ഏകീകരണവും നടന്നാൽ ഫലം മറിച്ചാവില്ലെന്നും വിലയിരുത്തൽ. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മണിപ്പൂരും പഞ്ചാബും ഒഴികെ BJPക്ക് അനുകൂലം. മാറ്റമില്ലാതെ നിയമസഭ. കൊച്ചിയിലെ സദാചാര വേട്ടയിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല. ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. RSSനെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ സാരോപദേശം വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. BJPയുമായും സംഘപരിവാറുമായും തിരഞ്ഞെടുപ്പിൽ പോലും സഹകരിച്ച ചരിത്രമുള്ളയാളാണ് പിണറായി വിജയൻ. അതിനാൽ ഇത്തരക്കാർക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം പ്രതിപക്ഷം സംഘപരിവാറിനോട് സമരസപ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സഭ നടക്കുമ്പോൾ താൻ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടില്ല. ആരോപണം വസ്തുതാ വിരുദ്ധമെന്നും പച്ചക്കള്ളം പറയുന്നതിന് അതിരുണ്ടെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സ്ഥാനമൊഴിഞ്ഞ സുധീരൻ. പാർട്ടിയെയും പ്രതിപക്ഷത്തെയും ഞെട്ടിച്ച് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ VM സുധീരൻ. അപ്രതീക്ഷിത രാജി ആരോഗ്യ കാരണങ്ങളാലെന്ന് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപനം. പ്രവർത്തകർക്കും നേതാക്കൾക്കും നന്ദി. രാജിക്കത്ത് ഇന്നു തന്നെ ഹൈക്കമാൻഡിന് സമർപ്പിക്കുമെന്നും സുധീരൻ. പാർട്ടിയിൽ അനുദിനം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇത് പരിഹരിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ അനുവദിക്കുന്നില്ല. വ്യക്തിപരമായ അസൗകര്യങ്ങൾ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കരുതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുധീരന്റെ മറുപടി. അതേസമയം സുധീരന്റെ അവിചാരിത രാജി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പോലും അറിയാതെ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനെ തുടർന്ന് സുധീരൻ പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തത് 2014 ഫെബ്രുവരി 10. ഭക്തിസാന്ദ്രമായി അനന്തപുരി. അഭയാംബിക പുണ്യം തേടി ആറ്റുകാലിലേക്ക് സ്ത്രീ ലക്ഷങ്ങളുടെ ഒഴുക്ക്. പൊങ്കാല മഹോത്സവം നാളെ നടക്കാനിരിക്കെ കനത്ത പോലീസ് വലയത്തിൽ അനന്തപുരി. അടുപ്പുവെട്ടിനു ശേഷം ക്ഷേത്ര മേൽശാന്തി തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് തീ പകരുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകും. നിവേദ്യം ഉച്ചയ്ക്ക് 2:15. ആകാശ നിരീക്ഷണത്തിൽ ഡ്രോണും സുരക്ഷ ഉറപ്പാക്കാൻ 70 CCTV ക്യാമറകളും. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ നിന്നായി 3000 പോലീസുകാരും തലസ്ഥാനത്ത്. പൊങ്കാല മഹോത്സവത്തിനായുള്ള സുരക്ഷാ സന്നാഹങ്ങൾ പൂർണ്ണ സജ്ജമെന്ന് കമ്മീഷണർ സ്പർജൻ കുമാർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.